السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്നലെ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്ത വിഷയം ബറാഅത്ത് രാവിന്റെ പോരിശയെ പറ്റിയിട്ടാണ്. നമ്മുടെ വിഷയം തന്നെ ബറാഅത്ത് രാവ് ആചാരങ്ങളുമെന്നാണ്. അപ്പം ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളത് അതിലെ ആചാരങ്ങളെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് അതിലുള്ള ആചാരങ്ങൾ, എന്തൊക്കെയാണ് ഉലമാ പഠിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാര്യമായിട്ട് വഹാബി പാതിരിമാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അന്നൊരു നിസ്കാരത്തെ പറ്റിയിട്ട് സുന്നികൾ പറഞ്ഞിറക്കുന്നുണ്ട്. ആ നിസ്കാരം ബിദ്അത്താണ് എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് ഉലമാ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ നിസ്കാരത്തെ ഗസാലി ഇമാം പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ വിശദീകരിച്ചുകൊണ്ട് ഇത്തിഹാഫ് സാദാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ 3-ാം വാള്യത്തിന്റെ 425-ാമത്തെ പേജിൽ പറയുന്നു. ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഇബാറത്ത് ഞാൻ വായിക്കാം. അതിൽ എന്താണ് ഗസാലി ഇമാം കൊടുത്തത് അവിടുന്ന് തുടങ്ങാം. അടിമുടി ഓരോന്നും പറയുമ്പോൾ മനസ്സിലാവുന്നത് എന്താ സംഗതി. വ അമ്മാ സ്വലാത്തു ഷാബാൻ, ഷാബാൻ മാസത്തിന്റെ നിസ്കാരം എന്ന് ഹഡിങ് കൊടുത്തിട്ട് പറഞ്ഞു. ഫലൈലത്തുൽ ഖാമിസ അശറ മിൻഹു, ഷാബാ മാസത്തിന്റെ 15ന്റെ അന്ന് രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം. യുസല്ലി 100 റക്അത്തിൻ, 100 റക്അത്താണ് അവൻ നിസ്കരിക്കുക. കുല്ല റക്അത്തൈനി ബിതസ്ലീമത്തിൻ, 2 റക്അത്തിൽ ഓരോ സലാം വിട്ടു. യഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ ബഅദൽ ഫാത്തിഹത്തി, എല്ലാ റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും 11 മറ, 11 പ്രാവശ്യം. വ ഇൻ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ സല്ലാ 10 റക്അത്തിൻ, 4 റക്അത്ത് നിസ്കരിച്ചോട്ടെ. യഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ റക്അത്തിലും അവൻ ഓതും 100 മറ ഖുൽ ഹുവല്ലാഹു അഹദ്, 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ നിസ്കരിക്കാം. നിങ്ങൾ പറയുന്നത് ഫാദാ ആയുധം വീണ്ടും ഇത് മർവിയൻ, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫീ ജുംലത്തി സ്വലവാത്തി കാന സ്വലഫ് യുസല്ലൂന ഹാദിഹി സ്വലാത്ത്, ഈ നിസ്കാരം സലഫികളൊക്കെ സലഫുസാലികളൊക്കെ നിസ്കരിച്ചിരുന്നു. യസ്മുനഹ സലാത്തുൽ ഖൈർ, അവരിതിന് സലാത്തുൽ ഖൈർ എന്നൊക്കെ പേരും വെച്ചിരുന്നു. വയജ്തമിഊന ഫീഹാ, ഇതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മഹാനായ ഗസാലി ഇമാം പറയാന്, ഇങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ മൻ സല്ലാ ഹാദിഹി സ്വലാത്ത്, ആരെങ്കിലും ഈ ഹാദിഹി സ്വലാത്ത്, ഈ സ്വലാത്ത് ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫീ ഹാദിഹി ലൈലത്തി, ഈ രാത്രി നിസ്കരിച്ചാൽ, ബറാഅത്തിന്റെ രാത്രി നിസ്കരിച്ചാൽ, നദറല്ലാഹു ഇലൈഹി 70 നദറ, 70 നോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു തആല നോക്കും. വഖദാ ലഹു ബികുല്ലി നദറത്തിൻ, ഓരോരോ നോട്ടത്തിലും അല്ലാഹു തആല വിട്ടിക്കൊടുക്കും 70 ഹജത്തിന്, അവന്റെ 70 ആവശ്യങ്ങൾ. അതുപോലെ തന്നെ അതിനാഹ അൽ മഗ്ഫിറത്തി, ഏറ്റവും ചുരുങ്ങിയത്, അതിലേറ്റവും ചുരുങ്ങിയത് അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. ഇതാണ് ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ ആ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞത്. ഈ നിസ്കാരത്തിനെ പറ്റിയിട്ട് എന്നാൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിലും പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്മായിൽ നഖ്വി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിലും പറഞ്ഞു. അങ്ങനെ പല മുഫസ്സിരീങ്ങളും ഈ പറഞ്ഞ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഈ നിസ്കാരം ഫിഖ്ഹിന്റെ കിതാബിൽ എന്തായിട്ടില്ല, ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഫുഖഹാഇന് ഇതിന് നല്ലൊരു അഭിപ്രായം ഇല്ല. അപ്പം ഫിഖ്ഹിന്റെ കിതാബ് ആധാരമാക്കുന്ന എല്ലാ കിതാബിലും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തിനെ എതിർക്കുന്നു, ആക്ഷേപിക്കുന്നു. ഫായിദത്തുൻ, മഖ്ദൂം നമ്മൾ ഫത്തുൽ മിൽ പറയാം, ഫായിദത്തുൻ അമ്മ സ്വലാത്തുൽ മഅറൂഫത്തു ലൈലത്തുർ റഗായിബ് വനിസ്ഫു ശഅബാൻ വയൗമ ആശൂറാ ഫബിദ്അത്തുൻ ഖബീഹത്തുൻ. ഇവിടെ ശഅബാൻ 15ന്റെ രാത്രിയിൽ അറിയപ്പെട്ട ഈ നിസ്കാരം, റഗായിബ് നിസ്കാരം എന്നറിയപ്പെടുന്ന ഈ നിസ്കാരം, അത് ഫബിദ്അത്തുൻ ഖബീഹത്തുൻ, മോശമായ ഒരു ബിദ്അത്താണ്. അത് കൊണ്ടുവരാൻ പാടില്ല, അത് മോശമായ ഒരു ബിദ്അത്താണ്.
എന്നാൽ ഈ പറയുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഈ കൗലിൽ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ സയ്യിദുൽ ബക്കരി ആനത്താലിബിന്റെ 1-ാം വാള്യത്തിന്റെ 431-ാമത്തെ പേജിൽ പറയുന്നു, ഖാലൽ മുഅല്ലഫ് ഫി ഇർഷാദിൽ ഇബാദ്. മഖ്ദൂമങ്ങൾ അതിന്റെ രചയിതാവ്, അതായത് മഖ്ദൂമങ്ങൾ തന്നെ അവിടുത്തെ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വമിനൽ ബിദഅഇൽ മദ്മൂമത്തി, ആക്ഷേപിക്കപ്പെടേണ്ട ഒരു ബിദഅത്തിൽപ്പെട്ടതാണ്. അല്ലത്തി, ഏതാണ് ഈ ആക്ഷേപിക്കപ്പെടേണ്ട ബിദഅത്ത്? യഅ്സിമു ഫാഇലുഹ, അത് ചെയ്യുന്ന ആൾ കുറ്റക്കാരനാകും. വയജിബു അലൽ ഉലാത്തിൽ അംരി മൻഉ ഫാഇലിഹ, ആരെങ്കിലും നിസ്കരിക്കുന്ന പോലെ വിലക്കും വേണം എന്ന് മഖ്ദൂമങ്ങൾ ഇർഷാദുൽ ഇബാദിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മഖ്ദൂമങ്ങൾ റളിയല്ലാഹു അൻഹു അതിനെ പറ്റിയിട്ട് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ഈ പറയുന്ന നിസ്കാരത്തിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായി കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വയിൽ ഫീ ദംബിഹിമ, ഈ രണ്ട് നിസ്കാരത്തിനെയും, അതായത് ഈ പറയുന്ന ബറാഅത്തിന്റെയും റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുള്ള നിസ്കാരം, ഇത് രണ്ടുമാണ്, അത് രണ്ടിനെയും ആക്ഷേപിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇൻകാരിഹിമ, അത് രണ്ടിനെയും എതിർത്തിട്ടുണ്ട് എന്ന് നബി ഇമാം വളരെ വ്യക്തമായിക്കൊണ്ട് അവിടുത്തെ ഫത്വയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഉലമാ ഈ വിഷയത്തിൽ അതാണ് കൈക്കൊണ്ടത്, ഇതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇമാം ഗസ്സാലിയെ പോലത്തെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയും പല മുഫസ്സിരീങ്ങളും അങ്ങനെ പറയുകയും ചെയ്തപ്പോ, ഫിഖ്ഹിന്റെ കിതാബില് ഫുഖഹാ ഇങ്ങനെയും പറഞ്ഞപ്പോ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം വരികയാണ്. ഇങ്ങനെ വിഷയം വരുമ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം വന്നു. എന്താ വെച്ചാൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവ, അതിൽ 2-ാം വാള്യത്തിന്റെ 80-ാമത്തെ പേജിൽ അവിടെ ഒരു ചോദ്യം വസുഇല, ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ആ ചോദ്യത്തിന്റെ പൊരുൾ ഇതാണ്: ഇദാ കാലത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ ഫഇന്ന അല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇല സമാഇ ദുനിയ അവ്വലൻ യുസ്തഹബ്ബു വഹൽ ഹാദൽ ഹദീസ് സ്വഹീഹുൻ ഔ ലാ വഇൻ ഖുൽതും ബിസ്തിഹ്ബാബി ഫലിമ ലം യദ്കുറുഹു അൽ ഫുഖഹാ വൽ മുറാദു ബിഖിയാം. ഇവിടെ ശഅബാൻ മാസത്തിന്റെ പകുതിയായി കഴിഞ്ഞാൽ അല്ലാഹു തആല ഇറങ്ങി വരും എന്നും അതുപോലെ തന്നെ അന്ന് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഹദീസ്, ഇതിനെപ്പറ്റി ഇത് സഹീഹാണോ അല്ലേ, എന്താണ് ഇതിന്റെ അഭിപ്രായം, മഹാനവർക്ക് പറയാനുള്ളത് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഫാജാബ അവിടെ ഉത്തരം പറയും മഹാനവറുകൾ എന്ന് പറഞ്ഞു, ബി അന്നല്ലദീ സ്വറഹ ബിഹി നബിയു, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിൽ മജ്മൂ, നബവി ഇമാമിന്റെ ശറഹ് മുഹദ്ദബിൽ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന സലാത്ത റഗായിബ് വഹിയ 12 റക്അ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വല ജുമഅത്ത് മിൻ ശഹർ റജബ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ 12 റക്അത്ത് നിസ്കാരവും വസലാത്തുൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ മാസത്തിന്റെ പകുതിയിലുള്ള ബറാഅത്തിന്റെ ആ നിസ്കാരം 100 റക്അത്ത് 100 നിസ്കാരം ബിദ്അത്താനി, അത് രണ്ടും ബിദ്അത്താണ്, കബീഹത്താനി മോശമായ ബിദ്അത്താണ്, മദ്മൂമത്താനി ആക്ഷേപിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നബവി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ റളിയല്ലാഹു പറഞ്ഞിട്ട് പറയാണ്. എന്നാൽ വഖ്തലഫത്ത് ഫതാവ ഇബ്നു സലാഹ് ഫീഹിമ, ഇബ്നു സലാഹ് പോലത്തെ പണ്ഡിതന്മാരൊക്കെ അവരുടെ ഫത്വയിലൊക്കെ ഇതിന് എതിരെ പറഞ്ഞിട്ടുണ്ട്. വഇൻകാന ബിദ്അത്തൈനി, ഇത് രണ്ടും ബിദ്അത്താണെങ്കിലും ലാ യുംനഉ മിൻഹുമാ ലിദുഖൂലിഹിമാ തഹ്തൽ അംരി അൽ വാരിദി ബിമുത്ലഖി സ്വലാത്തി. ഇതാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അവനെന്താണ്ട് അങ്ങനെ തടയാനൊന്നും പോകണ്ട, അതിനെ എതിർക്കാനൊന്നും പോകണ്ട എന്ന് ഇബ്നു സലാഹ് പോലത്തവർക്കൊക്കെ വളരെ അഭിപ്രായങ്ങളും ഉണ്ട്. കാരണം അതൊരു മുത്ലഖ് സുന്നസ്കാരത്തിൽ പെട്ടതായിട്ട് പഠിച്ചിക്കോട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ. അപ്പം സ്വലാത്തു ഈ പറയുന്ന എന്റെ ബറാഅത്തിന്റെ രാത്രിയിലൊരു നിസ്കാരമുണ്ട് എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് പ്രശ്നം. നേരെ മറിച്ച് ഒരു മുത്തലക്ക നിസ്കാരമായിട്ട് നിസ്കരിക്കാതെ അതിനൊരു കാര്യമൊന്നും വേണ്ട, അതിനൊന്നും പറയേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും നമുക്ക് എന്ത് മനസ്സിലായി? ഗസ്സാലി ഇമാമിനെ പോലത്തെ തസൂഫിന്റെ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളൊക്കെ ഇതിനെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നമ്മൾക്ക് നോക്കേണ്ടത് ഫുഖഹാ എന്ന് പറഞ്ഞു എന്നാണ്.
നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അത് നമ്മൾ നോക്കും. കാരണം ഒരു ഹുക്കുമ് സ്ഥിരപ്പെടൽ അവരെ കൊണ്ടാണ്, മറ്റൊരു ഹുക്കും നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയൂല. ഇവിടെ ഹുക്കുമ് സ്ഥിരപ്പെടുത്തൽ ഫുഖിഹിന്റെ കിതാബ് നബിമാമോ ഇബ്നു റദ്വാനോ മഖ്ദൂദങ്ങളോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഹുക്കുമ് സ്ഥിരപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇവരൊക്കെ അതിൽ എതിർത്തുകൊണ്ട് നമ്മൾ ഹുക്കുമെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നില്ല. ആരെങ്കിലും എവിടെന്നെങ്കിലൊക്കെ അതേമാതിരി മുദ്രക്ക് നിസ്കാരമായിട്ട് അതിനാരും എതിർക്കും വേണ്ട, അതങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ അങ്ങനെ നിസ്കാരം അവരുണ്ട് എന്ന് പറയുമ്പോഴാണ് അതിന് പ്രശ്നം വരല്. അപ്പൊ ഇത് വഹാബിയാളിന് വലിയ ഇഷ്യൂ ആക്കി ന്യൂസാക്കി കൊണ്ടിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ പണ്ഡിതന്മാരെ നമുക്ക് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്കാരം ഉണ്ടോ ഇല്ലേ? ഇല്ല. പിന്നെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അത് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് ശരി. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ നിസ്കാരത്തിനെ പറ്റിയിട്ട് അതാണ് അതിന് വിശ്വാക്കിയാണ് സുന്നികളെ വെറ്റി കിട്ടാണ്ട് ഇങ്ങനെ കുത്തല്. അത് ശരിയല്ല. അതിനെപ്പറ്റി നമ്മുടെ ആലിമ്യങ്ങൾ തന്നെ ഉള്ള വേണ്ടോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് മുത്തലക്ക സുന്ന നിസ്കാരം എത്ര നിസ്കരിക്കുക, അത് എത്രയാവാം, അത് എത്ര നിസ്കരിക്കാമെന്നായി. അതുകൊണ്ടാണല്ലോ ഇത്തിഹാഫ് സാദാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ 3-ാം വാള്യത്തിന്റെ 427-ാമത്തെ പേജിൽ ഒരുപാട് തർക്കങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. വസ്സാലി ഇമാം നിസ്കാരത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇഖ്തിലാഫ് വിശദീകരിച്ചു. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ അവസാനം പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ വദക്കറ സുബ്കിയു, ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫി തഫ്സീരിഹി, അവരുടെ തഫ്സീറിൽ പറയുന്നുണ്ട് അന്ന ഇഹ്യാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ഷാബാൻ മാസത്തിന്റെ പകുതി, അതായത് ബറാഅത്തിന്റെ രാവിൽ ഹയാത്താക്കിയിട്ട് ഒരാള് ഹയാത്താക്കുക എന്ന് പറഞ്ഞത് അത് യുക്ഫിറു ദുനൂബ സനത്ത്, കൊല്ലത്തിന്റെ ദോഷം പൊറുക്കും തന്നെയാണ്. അങ്ങനൊക്കെ തർക്കമുണ്ടെങ്കിലും അതൊക്കെ വളരെ സ്ഥിരപ്പെട്ടതിനാണ്. യുക്ഫിറു ദുനൂബ സനത്ത്, ഒരു കൊല്ലത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിനാണ്. ലൈലത്തുൽ ജുമാഅത്തി, അതുപോലെ തന്നെ ജുമയുടെ രാത്രി ഉണ്ടാവുമല്ലോ, വെള്ളിയാഴ്ച രാവ്, അത് തുക്ഫിറു ദുനൂബുൽ ഉസ്ബൂഅ്, ഒരാഴ്ചയുടെ തെറ്റുകൾ മുഴുവൻ പൊറുക്കപ്പെടും. മനസ്സിലായില്ലേ? ലൈലത്തുൽ ഖദ്ർ തുക്ഫിറു ദുനൂബൽ ഉംറ്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഹയാത്താക്കുന്നത് വയസ്സിന് മുഴുവുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറയുന്നത് സഹാറ്റായി. അപ്പൊ ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന ദിവസത്തിലേക്ക് ഇത്രമാത്രം പോരിശയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് ആര് തന്നെ നമ്മൾ പറയുന്നുണ്ട്, വ്യത്യാസത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ആ നിസ്കാരം അതാണ്. ആ മുത്തലഖ് നിസ്കാരം നിസ്കരിക്കട്ടെ, അതിനാരും എതിർക്കും വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ആയതുകൊണ്ട് അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാല് ഈ പറയുന്ന സൂറത്ത് യാസീനാണ്. ഈ സൂറത്ത് യാസീനെ പറ്റി വളരെ വ്യക്തമായിക്കൊണ്ട് സയ്യിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുസൈൻ സുബൈർ ഷഹീൽ ബി മുർത്തദ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്തിഹാഫ് സാദാത്ത് എന്ന കിതാബിന്റെ ആ 3-ാം വാള്യത്തിന്റെ 427-ാമത്തെ പേജിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട്. അവിടെ പറയുന്നു യഖ്റഉ സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ അവൻ ഓതണം മറത്തിന് ഒരു പ്രാവശ്യം. എന്നിട്ട് അവൻ ദുആ ചെയ്യണം ബിദ്ദുആഇൽ മശ്ഹൂർ ബിദ്ദുആഇ ലൈലത്തുൻ നിസ്ഫ്, ശഅബാനിന്റെ പകുതിയിൽ അറിയപ്പെട്ട ദുആ കൊണ്ട് അവൻ പ്രാർത്ഥിക്കണം. വയസ്അലുല്ലാഹ തആല, എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം അൽ ബറക്കത ഫിൽ ഉംരി, വയസ്സിൽ ബർക്കത്ത് ചോദിക്കണം, ദീർഘായുസ്സിന് വേണ്ടി ചോദിക്കണം. സുമ ഫി സാനിയത്തി, രണ്ടാമത്തെ യാസീനിൽ അവൻ ചോദിക്കണം അൽ ബറക്കത ഫിൽ റിസ്ഖി, ഭക്ഷണത്തിൽ ബർക്കത്ത് ചോദിക്കണം. സുമഫി സാലിസത്തി, മൂന്നാമത്തിൽ അവൻ ചോദിക്കണം ഹുസ്നുൽ ഖാത്തിമ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നുള്ളവൻ ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിൽ അവൻ 3 യാസീന് ഓതട്ടെ എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഓതണം. ഇശാമാരിബിന്റെ ഇടയിൽ പറ്റുന്നവരങ്ങനെ, അതല്ല അസറിന്റെ ശേഷം തന്നെ ഓതുക എന്നുള്ള പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അപ്പൊ അവിടെ ഏതായാലും ഈ പറയുന്ന രാത്രിയിൽ അത് ഓതൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് ചെയ്യണം. അത് നാളെ ഇത്രയും കാലമായിട്ട് നമ്മളൊക്കെ ആചരിക്കുന്നത്. അതിന് ഇതിനാരും പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഒരുപാട് വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ സൂറത്തു ദുഖാൻ ഓതാൻ വേണ്ടി പ്രത്യേകം മഹാന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. നിഹായത്തിൽ അവർ ഓരോരുത്തർ കിതാബിലൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ദുഖാൻ ഓതണം എന്നുള്ളത്. ഈ സൂറത്തു ദുഖാൻ എന്ന് പറഞ്ഞാൽ ദിവസേന സൂറത്തു ദുഖാൻ ഓതൽ സുന്നത്തുള്ളൊരു സൂറത്താണ് സൂറത്തു ദുഖാൻ. അതിന്റെ പുറമെ ഇപ്പം ബറാഅത്തിന് രാവിലെ ഓതുക എന്ന് മാത്രമല്ല, ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അപ്പൊ ദിവസവും ഓതേണ്ട സൂറത്ത്, ബറാഅത്തിന് രാവിലെ ഓതേണ്ട സൂറത്ത്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഓതിക്കഴിഞ്ഞാൽ അതിന് വലിയ ബർക്കത്തുണ്ട് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസൊക്കെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലെ കിതാബ് ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിന്റെ
തഫ്സീർ കിതാബിന്റെ 8ാമത്തെ വാള്യത്തിന്റെ 29ാമത്തെ പേജിൽ തഫ്സീർ സൂറത്തു ദുഖാൻ എന്ന് പറയുന്ന സൂറത്തു ദുഖാൻ വിശദീകരിക്കുന്നിടത്ത് അവിടുന്ന് പറയുകയാണ്, ഈ പറയുന്ന സൂറത്തു ദുഖാൻ അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ ഖറഅ ദുഖാന ഫീ ലൈലത്തുൽ ജുമുഅത്തി, ജുമുഅയുടെ രാത്രിയിൽ ആരെങ്കിലും സൂറത്തു ദുഖാൻ ഓതുകയാണെങ്കിൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കപ്പെട്ടിട്ടാണ് അവൻ പ്രഭാതം പുലരുക, നേരം വെളുക്കുക. മനസ്സിലായില്ലേ? വസുബ്ബിജ മിനൽ ഹൂറിൽ ഐൻ, ഹൂറിൽ അവൻ കല്യാണം കഴിക്കും എന്നാണ് അവർക്ക് കിട്ടും എന്നും മഹാനവകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മഹാനവകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും സൂറത്തു ദുഖാൻ വെള്ളിയാഴ്ച രാവിലെ ഓതി കഴിഞ്ഞാല് എന്താകും? ആ സൂറത്തു ദുഖാൻ ഓതിയതിന്റെ ഫലം കൊണ്ട് അവർക്ക് രാവിലെ എണീക്കുമ്പം പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയിട്ടുണ്ടാകും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അന്നഹു ഖാൽ മൻ ഖറഅ ദുഖാൻ ഫീ ലൈലത്തി, ഈ രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ ദുഖാൻ ഓതിയാൽ, വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ, അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മലക്ക്, 70,000 മലക്ക് അവനും വേണ്ടിയിട്ട് എന്താകും? പൊറുക്കലിനെ തേടും. 70,000 മലക്ക് അവനും വേണ്ടി പൊറുക്കലിനെ തേടും. മനസ്സിലായില്ലേ? എന്നും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്ന അബീ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം എന്ന ഹദീസ്, കാല അവിടുന്ന് പറഞ്ഞു, സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ, മൻ ഖറഅ ആമീൻ ദുഖാൻ ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി ആരെങ്കിലും ദുഖാൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, ഔ യൗമൽ ജുമുഅ, അല്ലെങ്കിൽ ജുമുഅയുടെ പകൽ ഓതിക്കഴിഞ്ഞാൽ, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് ഒരു വീട് എന്താകും? അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ജാമി സഗീറിൽ കൊണ്ടുവരുന്നുണ്ട്, തൊബ്രാനി കൊണ്ടുവരുന്നുണ്ട്, അവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അപ്പൊ സൂറത്തു ദുഖാൻ വെള്ളിയാഴ്ച രാവിലെ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ പവിത്രതയാണ്. അപ്പൊ നമ്മൾക്ക് ഈ ബറാഅത്തിലാവ് വന്ന് നോക്കുമ്പോൾ നല്ലൊരു കിട്ടലാണ്. കാരണം നാളത്തെ രാത്രിയിലാണ്, അപ്പം വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പൊ ഈ സൂറത്തു ദുഖാൻ ഓതിയാൽ ഈ കൂലിയൊക്കെ കൂട്ടും ചെയ്യും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷിയായി. വഹാബികൾ എന്തായാലും മരിച്ചേണ്ടി. വഹാബികൾ എന്തായാലും മരിക്കണം. ചങ്ങായിമാർക്ക് ഈ പറയുന്നതിന്റെ പുണ്യൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തിനാവൃത്തി ഇറക്കാണ്. അപ്പൊ സൂറത്തു ദുഖാൻ, പിന്നെ ധാരാളം ദിക്റുകളും സലാത്തുകളും ഒക്കെ പറയുന്നത്, അതൊക്കെ നമുക്ക് ചെല്ലാം. അതൊക്കെ മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചത്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ ഇപ്പൊ ആകെ പറഞ്ഞെടുക്കണം എന്താണ്? സൂദിന് സുന്നത്ത് നോമ്പാണ്. ബറാഅത്ത് നോമ്പുമായി കൊണ്ട് റംലി ഇമാമിനോട് ഒരു ചോദ്യം, സുഇല, മഹാനവരോട് ചോദിക്കപ്പെട്ടു, അൻസോമി മുൻതസഫി ശഅബാന കമാ റവാഹു ഇബ്നു മാജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഖൂമു ലൈലഹ വസൂമു നഹാറഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയുന്ന ബറാഅത്തിന്റെ രാവായി കഴിഞ്ഞാൽ അന്ന് രാത്രി നിന്ന് നിസ്കരിക്കുകയും അതിന്റെ പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് അത് ഹൽ ഹുവ മുസ്തഹബ്ബൻ, അതായത് ആ നോമ്പ് ഈ പറയുന്ന ശഅബാൻ മാസത്തിന്റെ ആ നോമ്പ് സുന്നത്താണോ ഔല അല്ലേ? വഹലിൽ ഹദീസു, ഈ ഹദീസാണോ സ്വഹീഹുൻ ഔല, സ്വഹീഹാണോ അല്ലേ? വഇൻ കാന ളഈഫൻ, ളഈഫാണെങ്കിൽ ഫമൻ ളഅഫഹു, ആരാണ് ഈ ഹദീസിനെ ളഈഫാക്കിയത് എന്നുള്ളത് ഇമാം റംലി തങ്ങളോട് ചോദിച്ചപ്പോ ഫഅജാബ, ഇമാം റംലി റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, ബിഅന്നഹു യുസ്തഹബ്ബുൻ. ഉണ്ടോ? ഈ ശഅബാൻ മാസത്തിന്റെ 15ന്റെ നോമ്പ്, ബറാഅത്തിന്റെ നോമ്പ് യുസ്തഹബ്ബു, അത് സുന്നത്താക്കപ്പെടും. യുസ്തഹബ്ബു സൗമു നിസ്ഫി ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതിയിലുള്ള നോമ്പ് സുന്നത്താക്കപ്പെടും. ബൽ യുസന്നു സൗമു സാലിസി അശരിഹി വറാബിഇ അശരിഹി വഖാമിസി അശരിഹി. ബൽ എങ്കിലും യുസന്നു സൗമു സാലിസി അശരിഹി, ആ മാസത്തിന്റെ 13, വറാബി അശരിഹി 14, വഖാമിസി അശരിഹി 15, അതും സുന്നത്താണ്. അപ്പം ശഅബാൻ മാസത്തിന്റെ പകുതി എന്ന അടിസ്ഥാനത്തിൽ ബറാഅത്തിന്റെ നോമ്പും ആ അടിസ്ഥാനത്തിൽ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ അയ്യാമുൽ ബീദ് എന്ന അടിസ്ഥാനത്തിൽ സുന്നത്തുണ്ട്. വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജു ബിഹി. കണ്ടോ? ഈ പ്രസ്തുത ഹദീസ് പ്രമാണയുക്തമാണ്. ആര്? യുഹ്തജു ബിഹി, ഇതുകൊണ്ട് തെളിവെടുക്കപ്പെടും. ആര് പറഞ്ഞു? ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തു. ഫതാവ റംലി 2ാം വാള്യം 79ാമത്തെ പേജ്. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ വഹാബിയാള് പറയണേ, അത് സുന്നത്തില്ല, അങ്ങനെ ചിലപ്പോ ഞാൻ ഇവിടുന്ന് ക്ലിപ്പിട്ടൊന്നുമില്ല. ആ ക്ലിപ്പിൽ ഇപ്പൊ ചങ്ങായി പറയണ്ട്, എന്തോന്റെ പേര്, അവന്റെ ബിരുദം മദീനയോ എന്തൊക്കെയാണ് അള്ളാഹു ആലം. അയാൾ പറയാം ഒരു സുന്നത്തുമില്ല പറയുന്നേ.
അപ്പൊ അതിനിപ്പോ ഒരു തെളിവ് കൊണ്ടെടുക്കണം എന്താണോ? ഇപ്പൊ തെളിവെടുക്കണം നമ്മുടെ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ എഴുതി കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഫത്വ ഉണ്ട് എന്നാണ് അപ്പൊ നടക്കുന്നത്. ആ ഫത്വ ഞാൻ ഇട്ടുതരാം. അത് ശരി, നിങ്ങൾ ഞമ്മക്കാ ഓടി തരുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വയായിട്ട് അപ്പൊ നടക്കുന്നത് അവിടുത്തെ സ്മരണയിലുണ്ട് പോൽ അതിലുണ്ട്. ഈ പറയുന്ന ബറാഅത്ത് നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അമ്മാ സോമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു ഖൗലുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്. അയ്യാമിൽ ബീദ് ആണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ആ നോമ്പ് സുന്നത്താണ്. ലാ മിൻ ഹൈസു ഖുസൂസിഹി, അതല്ലാതെ ബറാഅത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തായ നോമ്പല്ല. വൽ ഹദീസു വൽ മദ്കൂറു അൻ ഇബ്നു മാജ ദഈഫുൻ, ഇബ്നു മാജയുടെ നിവേദനം വന്ന ഹദീസ് ദഈഫാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഫത്താവൽ ഖുർദിയിലുണ്ട് എന്ന് പറഞ്ഞാണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണയിലുണ്ട് എന്നിട്ട് പ്രചരിപ്പിക്കണം. അതാണ് ഇപ്പൊ പ്രചരിപ്പിച്ചിറക്കുന്നത്. ഇയാളെ ചെങ്ങന്മാരെ നിങ്ങൾക്ക് വല്ല കാറ്റുണ്ടോ? ഇത് കണ്ണിയത്ത് ഉസ്താദ് ആരഭിപ്രായം പറഞ്ഞ ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം പറഞ്ഞാണേ. ഇവർക്ക് കണ്ണിയത്തിന്റെ വസ്തു കൊണ്ടുപോയി. കണ്ണിയത്ത വലിയ മഹാന് അതല്ലയോ ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ മഹാന്. കണ്ണിയത്ത് ഉസ്താദ് ഈ പറയുന്ന ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം എടുത്താണ് ഉദ്ധരിക്കുന്നത്. ഞാൻ വായിച്ചാൽ ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം. നിങ്ങൾ എവിടുന്ന വണ്ടിയര്? നിങ്ങൾ ഞങ്ങൾക്ക് കിതാബ് ഉദ്ധരിട്ടില്ലേ? അത് ശരി. നിങ്ങൾ പാന്റ് മുറിയാൻ പാൻറ്റുകാര് ഇങ്ങോട്ട് ഞമ്മക്ക് കിതാബ് വെച്ചാൽ നിങ്ങളാരാ? നമ്മൾ കിതാബ് ശരിക്കും പഠിപ്പിച്ചാൽ എന്തൊക്കെയാണ്? ഇതേതാ കിതാബ്? ഇത് ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ ഫത്താവയാണേ. ഫത്താവയുടെ 2-ാം വാള്യം അതിന്റെ 80-ാമത്തെ പേജിൽ ഇബ്നു ഹജർ റളിയല്ലാഹുവിനോട് ചോദ്യം ചോദിക്കപ്പെട്ടു. നഫഅല്ലാഹു ബിഹി അൻ സൗമിൻ മുൻതസ്ഫി ശഅബാന, ശഅബാൻ മാസത്തിന്റെ ആ ബറാഅത്തിന്റെ നോമ്പിനെ പറ്റിയിട്ട് അല്ലാഹു തആല ഗുണം കൊടുക്കും, ഉപകാരം ചെയ്യും എന്ന് പറഞ്ഞാണ്ട് ഹൽ യുസ്തഹബ്ബു അലാ മാ റവാഹു ഇബ്നു മാജ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അടിസ്ഥാനത്തിന്റെ മേൽ ഈ നോമ്പ് സുന്നത്താക്കപ്പെടുമോ? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്താണല്ലോ. ഈ അടിസ്ഥാനത്തിൽ ഈ നോമ്പ് സുന്നത്താക്കപ്പെടുമോ എന്നുള്ളത് മഹാനവറുകളോട് ചോദിച്ചപ്പോ ഫഅജാബ, മഹാനവറുകൾ മറുപടി പറഞ്ഞെന്താ? വഅമ്മാ സൗമു യൗമിഹാ, ഈ പറയുന്ന കണ്ണിസ്ഥാൻ അതേ വാക്ക്, ഇത് ഇബ്നു ഹജറിന്റെ വാക്ക് കണ്ണിസ്ഥാൻ പറയാൻ നോക്കിക്കോളൂ, ശരിക്കും നോക്കിക്കോളി. വഅമ്മാ സൗമു യൗമിഹാ, ആ ദിവസത്തിലെ നോമ്പ് ഫഹുവ സുന്നത്തുൻ, അത് സുന്നത്ത് തന്നെയാണ്. മിൻ ഹൈസു ഖൗലുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്, അയ്യാമിൽ ബീദ് അതായത് എല്ലാ മാസത്തിന്റെയും 13, 14, 15 ഈ ദിവസത്തിനേക്കാൾ അയ്യാമിൽ ബീദ് പറയാ. ആ നോമ്പ് സുന്നത്താണല്ലോ, ആ അടിസ്ഥാനത്തിൽ സുന്നത്താണ്. ലാ മിൻ ഹൈസു ഖുസൂസിഹി വൽ ഹദീസുൽ മദ്കൂറു അൻ ഇബ്നു മാജ ദഈഫുൻ, അല്ലാതെ ഈ ലാ മിൻ ഹൈസു ഖുസൂസിഹി പ്രത്യേകമായി കൊണ്ട് ഒരു ബറാഅത്തിന്റെ നോമ്പ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്താണെന്ന് പറയുന്നില്ല. ആ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദഈഫാണ്. ഇതെല്ലാം കൂടി പുസ്തകം എഴുതിയത് എവിടുന്ന് എങ്ങനെ വരെ വണ്ടി. അപ്പൊ എന്താ പറഞ്ഞു? ഇബ്നു ഹജർ റളിയല്ലാഹു ഫത്വ എന്താ കൊടുക്കാത്തത്? നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളെ ചൂടാക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളത് കണ്ണിയത്ത് ഉസ്താദ് ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ ഫത്വ എടുത്ത് പറഞ്ഞതാ. ഇനി നിങ്ങൾക്ക് ഞാൻ ഓടിത്തരാ. എന്താ ഇതിങ്ങനെ? നിങ്ങൾ പഠിക്കുക ഞങ്ങളോട്. അത് ശരി, നിങ്ങൾ ആഹാരോടെ കളി ഇനി പഠിക്കി. അപ്പൊ ഇവിടെ റംലി ഇമാം ഒരു അഭിപ്രായം പറഞ്ഞു, ഇബ്നു ഹജർ റളിയല്ലാഹു വേറെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഏതാ എടുക്കുക? അതാണ് ചോദ്യം വരിക. അപ്പൊ ഇങ്ങനെ റംലി പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ലേ? അപ്പം ഇവിടെ ആരാണ് റംലി ഇമാം എന്ന് പറയണം? ഇബ്നു ഹജർ റളിയല്ലാഹു അവിടുത്തെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ആ അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് റംലി ഇമാമിന്റെ ഭാഗത്ത് തോട്ടുകൾ ചെറിയ മുദ്രിക്കുക എവിടുന്നുള്ള വണ്ടിയേരി? അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അവിടുത്തെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? റംലി ഇമാമിന്റെ അഭിപ്രായം നമ്മൾ തോട്ടുകൾ നിൽക്കണോ? ആരാ റംലി ഇമാമ്? നിങ്ങൾ കരുതി കുട്ടിക്കളിയാ? ഇമാം റംലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പ്രമുഖ ഷാഫിഈ പണ്ഡിതനാണ്, നിരവധി കിതാബുകളുടെ രചയിതാവും ആണ്. എത്രത്തോളം ഷാഫിഈ മദ്ഹബിലെ പിൽക്കാൽക്കാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു. എത്രത്തോളം മിസ്റിലെ പണ്ഡിതന്മാർ മുഴുവനും അധികവും ഇമാം റംലി റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത് അതാ നോക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ നിഹായ എന്ന് പറയുന്ന കിതാബ്. കാരണം എന്താ? ഈ നിഹായ എന്ന് പറയുന്ന കിതാബിന്റെ പ്രാബല്യം മനസ്സിലാക്കണം. മഹാനവറുകൾ ഈ കിതാബ് ഉണ്ടാക്കിയിട്ട് 400
ഇമാം റംലി റളിയല്ലാഹു അൻഹു 400 പണ്ഡിതന്മാർക്ക് ഏത് ഫത്താവ. എന്നിട്ട് അങ്ങനെ അവര് വായിച്ചിട്ട് പരിശോധിച്ചിട്ട് അതിന് അംഗീകാരം കിട്ടിയ കിതാബാണ് ഇവിടുത്തെ ഈ പറയുന്ന റംലി ഇമാമിന്റെ നിഹായ. അത്രക്ക് വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. എന്നാൽ അതേ തുല്യമായ രൂപത്തിൽ കിടക്കുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ ഹദർമൗത്ത്, ഷാം, അഖ്റാദ്, ഇങ്ങനെ യമന്, ഹിജാസ് തുടങ്ങിയ പോലെ രാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതന്മാരൊക്കെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് തൊഫ അവിടുന്ന് എന്താണോ ആധാരമാക്കി അതാണ് എടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു? പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ഈ പറയുന്ന പ്രത്യേകിച്ച് മിസ്റിലുള്ള പണ്ഡിതന്മാരൊക്കെ മക്കത്തൊക്കെ വരുന്ന സമയത്ത് റംലി ഇമാമിന്റെ ഫത്വ അങ്ങനെ എടുത്തിടും. അതുപോലെ തന്നെ യമൻ ഭാഗത്ത് വന്ന പണ്ഡിതന്മാരൊക്കെ ഇബ്നു ഹജർ റളിയല്ലാഹു ഫത്വ അങ്ങനെ എടുത്തിടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തു കൊടുത്തിട്ട് അവർ പറഞ്ഞു രണ്ടും അംഗീകൃതമാണ്, രണ്ടും ബലാബലത്തിൽ തുല്യമുള്ള പണ്ഡിതന്മാരാണ്. അപ്പൊ ആ പണ്ഡിതന്മാരും ഈ പറയുന്ന രണ്ടുപേരുടെ സംസാരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അവിടുത്തെ അവര് അംഗീകാരം കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവലംബമാണ്, ഇതൊക്കെ അവലംബമാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്തസർ ഫവായിദുൽ മക്കിയ എന്ന് പറയുന്ന കിതാബിൽ ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് 74-76 പേജുകൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ റംലി ഇമാമിന് ലോക പ്രശസ്തമായ പണ്ഡിതനാണ് റംലി ഇമാമ്. അങ്ങനത്തെ റംലി ഇമാമിന്റെ അഭിപ്രായമാണ് ഇവിടെ വായിച്ചത്, അവിടുത്തെ ഫത്താവയിലാ പറഞ്ഞത്. അപ്പൊ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് റംലി ഇമാമിന്റെ അഭിപ്രായം തോട്ടുകളാൻ ഉടനെ കിട്ടിയ നിങ്ങൾക്ക് ഫിഖ്ഹിന്റെ കിതാബിൽ തെളിവുണ്ടല്ലോ, തെളിവ് പിടിക്കാം. കാരണം റംലി ഇമാം വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു ഈ പറയുന്ന യുസ്തഹബ്ബു അത് സുന്നത്താക്കപ്പെടും എന്ന് തന്നെയാണ്. ഇങ്ങോട്ട് പറഞ്ഞു യുഹ്തജ്ജു ബിഹി, ഇതുകൊണ്ട് തെളിവ് കൊടുക്കും. ഈ ഹദീസ് തെളിവുണ്ട്. വെറുതെ പറയുമല്ലോ, റംലി ഇമാം വെറുതെ പറഞ്ഞാളാ. അങ്ങനെ പിന്നെ റംലി ഇമാമിന്റെ എല്ലാ വാക്കും ഞങ്ങൾ തള്ളണ്ടേ? നിങ്ങളോടുന്ന വണ്ടി വന്യതുസാരി സ്മരണയിലുള്ള പത്തയും കൊണ്ടുവന്ന ഞങ്ങൾ ഇട്ട് ഓടും കരുതിക്കങ്ങള്. അത് ശരി. അപ്പൊ അവരും പറഞ്ഞ സുന്നത്തന്നെ. അവരെന്ത് പറഞ്ഞു? ഈ അയ്യാമിൽ ബീദാന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങളൊന്ന് അയ്യാമിൽ ബീദാന്റെ അടിസ്ഥാനത്തിൽ നോമ്പോച്ചാടി എന്നാ അതാ നമുക്ക് കേൾക്കണ്ടേ? വഹാബികൾ നോൽക്കട്ടെ. ഈ അയ്യാമിൽ ബീദാന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് അതിന്റെ പുണ്യം കിട്ടൂല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇന്നലെ ഞാൻ ശരിക്ക് വായിച്ചർത്ഥം വെച്ച് ഓർക്ക് അതിന്റെ പുണ്യം കിട്ടൂല നോക്കിയിട്ട് കാര്യമില്ല. വളരെ വ്യക്തമായിക്കൊണ്ട് കിതാബിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറയുന്ന ആകെ തുക ഇനി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ലൈലത്തുൽ മുബാറക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാത്രി, ബറാഅത്തിന്റെ രാവ്, അത് പുണ്യമുള്ള രാവാണ്, ഹയാത്താക്കേണ്ട രാത്രിയാണ്. അതിന്റെ പകല് നോമ്പ് നോൽക്കുകയും വേണം. അപ്പൊ അയ്യാമിൽ ബീദ് എന്നതിന്റെ അടിസ്ഥാനത്തിലും ഒരു സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ബറാഅത്തിന്റെ നോമ്പ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തുണ്ട്. റംലി ഇമാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, മതിയല്ലോ. അപ്പൊ അതുപോലെ ബറാഅത്തിന്റെ നോമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. അതുപോലെ അയ്യാമിൽ ബീദിന് നിയ്യത്തും വെച്ചോളി. അപ്പൊ രണ്ടെണ്ണായി. കളാ ഉള്ളവര് കളാന്റെ നിയ്യത്തും വെച്ചോളി. ഒരു വെടിക്ക് 3 പക്ഷി കിട്ടും. ധൈര്യമായിട്ട് വെച്ചുകൊടുത്തോളൂ. നോറ്റോളി. വാവേള് വെറുതെ പറഞ്ഞെടുക്കണം. ഓല് നോറ്റിട്ടും കാര്യം പോലും കിട്ടില്ല. അത് വേറെ വിഷയം. അല്ലാഹു തആല അവരുടെ ശർറിനെത്തൊട്ടും ഫിത്നയെത്തൊട്ടും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്രയും മുഫസ്സിരീങ്ങൾ, ഇത്രയും ഫുഖഹാ, അവരൊക്കെ വിശേഷമുണ്ട് എന്നത് ഉറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പൊ വഹാബികൾ പറയുന്നത് ഒന്നിനും കാട്ടില്ല. ഈ രാത്രി വരാത്ത രാവല്ല, അത് ബറാഅത്ത് രാവ് തന്നെയാണ്, വരുന്ന രാവും തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നാളത്തെ രാത്രി. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ അതിന്റെ രാത്രി മുഴുവനും ഹയാത്താക്കൽ പ്രത്യേകം സുന്നത്തുള്ള രാത്രിയാണ്. പറ്റുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതും ആണ്. സൂറത്ത് യാസീന്, സൂറത്ത് ദുഖാന്, സൂറത്ത് ഫാത്തിഹ, അതിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ ചെല്ലാം, ഒരു കുഴപ്പമില്ല. കിട്ടുന്നതൊക്കെ ചെല്ലാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അതിന്റെ പകൽ നോമ്പ് സുന്നത്തും ഉണ്ട്. ഇതാണ് നാളിത്രയും കാലം പണ്ഡിതന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചതും. ഇതിനാണ് സുന്നികളുടെ ആചാരം. ഈ ആചാരത്തിൽ നിന്നും ഒരു അണുമണി പിന്നോട്ടം നടിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയൂല, ഞങ്ങൾക്ക് വരില്ല. നിങ്ങൾ എന്ത് എന്നെ പറഞ്ഞാണ്ട് നിരോധിച്ച് നടന്നാലും വേണ്ടില്ല, നിങ്ങളൊക്കെ ഇബ്ലീസിന്റെ അനുയായികളാകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.